എല്ലാവർക്കും സ്വാഗതം. വൈജയന്തി അങ്ങനെ മുത്തശ്ശിയുടെ റൂമിലേക്ക് ചെല്ലുകയാണ്. വൈജയന്തിനെ കാണുമ്പോൾ തന്നെ മുത്തശ്ശി ഇങ്ങനെ ഒരു അത്ഭുതപ്പെട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കാറ് വരുന്നേം പോകുന്നതിൻ്റെയൊക്കെ ശബ്ദം കേട്ടു. "നീ ആയിരുന്നോ കുഞ്ഞെ? നീ ഇങ്ങനെ ബാലചന്ദ്രൻ്റെ കാറിലാണോ വന്നത്?" എന്ന് ചോദിക്കുന്നുണ്ട് വൈജയന്തിനോട്. അപ്പം "അല്ല, ഞാൻ ടാക്സി വിളിച്ചാണ് വന്നത്" എന്ന് പറയും. "അപ്പം നിൻ്റെ കാറ് ഇതുവരെ ശരിയാക്കി കിട്ടിയില്ലേന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ പെയിൻറ്റിങ് പണി പോലും തുടങ്ങിയിട്ടില്ല എന്നാണ് പറഞ്ഞതെന്ന് പറയും. "പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം?" എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. "എല്ലാം ശരിയായോ?" എന്ന് ചോദിക്കുമ്പോൾ വൈജ പറയുകയാണ്, "ഒന്നും ശരിയായിട്ടില്ല. കാലിന് കമ്പി ഇട്ടിരിക്കല്ലേ, നീരുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇത്രയും നാളായിട്ട് ശരിയായില്ലേ എന്ന് ചോദിക്കും. പിന്നെ അവിടെ ഇരുന്നിട്ട് വിശേഷങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ. മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, "നീ ആരെ കാണാനാണ് വന്നത്? എന്നെ കാണാനാണോ അതോ ശിവനെ കാണാനാണോ?" എന്ന് ചോദിക്കും. വൈജയന്തി പറയാം, "ഞാൻ ആരും കാണാൻ വന്നതല്ല, ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതാണെന്ന് പറയും. അപ്പം മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു, "നീ വീണ്ടും ഇറങ്ങി പോന്നോ അവിടുന്ന്? ആദ്യം ഇറങ്ങിയതിൻ്റെ ഇത് ഇപ്പോഴും തീർന്നിട്ടില്ലല്ലോ, പിന്നെ നീ വീണ്ടും എന്തിനാ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വൈജു പറയുന്നത്, "എനിക്കവിടെ പട്ടിയുടെ വില പോലും ഇല്ല. ഞാനവിടെ ചെന്നിട്ട് ബാലചന്ദ്രൻ എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പോലും ഇല്ല. പിന്നെ ഞാനെന്തിനാ അവിടെ എനിക്ക് വിലയില്ലാത്തോടത്ത് പട്ടിയെ പോലെ കടിച്ചു തൂങ്ങി കിടക്കുന്നത്? എനിക്കതിൻ്റെ ആവശ്യമില്ല. ഞാൻ കൈതയ്ക്കൽ മാളിക വീട്ടിലാണ് ജനിച്ചിട്ടുള്ളത്. ഇവിടുത്തെ പട്ടിക്ക് കൊടുക്കുന്ന ചോറ് പോലും അമ്മ അയാൾക്ക് എടുത്ത് കൊടുത്തിട്ടില്ലേ? അയാൾ മൂക്കുമുട്ടെ കഴിച്ചിട്ടുമില്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ അടുത്ത് തിന്നും കുടിച്ചും കഴിയേണ്ട ഗതികേടൊന്നും എനിക്കില്ല" എന്നാണ് കേട്ടോ വൈജ പറയുന്നത്. അപ്പോൾ വൈജയനോട് മുത്തശ്ശി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, "അങ്ങനെയൊന്നല്ല മോളെ, നിൻ്റെ അഹങ്കാരം കൊണ്ടും വാശി കൊണ്ടുമാണ് നീ ഓരോരോ കാര്യങ്ങൾ തീരുമാനം എടുക്കുന്നത്. എപ്പോഴും നീ അങ്ങനെ തന്നെയല്ലേ? നീ 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 ഇങ്ങനെ നിൻ്റെ ഭർത്താവ് പറഞ്ഞാലോ, മക്കൾ പറഞ്ഞാലോ, നിൻ്റെ ആങ്ങളമാർ പറഞ്ഞാലോ, നിൻ്റെ അമ്മ പറഞ്ഞാലോ അനുസരിക്കുകയോ ഇല്ലല്ലോ? ഇനിയിപ്പോൾ ദൈവം തമ്പുരാൻ നേരിട്ട് വന്ന് പറഞ്ഞാലും നീ അനുസരിക്കില്ല" എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. "അമ്മ ഇപ്പം എന്നെ കുറ്റം പറയാൻ തുടങ്ങിയോ? അമ്മയെ അവരുടെ സൈഡ് ആയോ?" എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ, "അങ്ങനെയല്ല ജീവിക്കേണ്ടത്" എന്നൊക്കെ പറഞ്ഞ് കുറേ ഉപദേശം കൊടുക്കുന്നുണ്ട്. പക്ഷേ വൈജയ്ക്ക് അതൊന്നും ചെവി കൊള്ളുന്നില്ല. വൈജ പറയുന്നത്, "ഞാൻ അവിടുത്തെ കുടുംബനാഥയാണ്. ഞാൻ ഒരു കാര്യം മാത്രമേ ആവശ്യപ്പെട്ടുള്ളൂ. വീട്ടുവേലയ്ക്ക് വന്നവളെ അവിടെ നിന്ന് ഒഴിവാക്കണം. അത്രയല്ലേ പറഞ്ഞുള്ളൂ" എന്ന് പറയുകയാണ് കേട്ടോ. "അതാർക്കും നടത്തി തരാൻ പറ്റില്ല. പിന്നെ ഞാൻ അവിടെ കടിച്ചു തൂങ്ങി നിൽക്കേണ്ട കാര്യമില്ല" എന്നാണ് പറയുന്നത്. എന്നിട്ടാണെങ്കിൽ പിന്നീട് മുത്തശ്ശിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, "എന്തോന്ന് പറയാനാ, കഷ്ടകാലം അല്ലാതെ എന്താണെന്ന് അറിയട്ടോ." അപ്പോൾ ഈ കഷ്ടകാലം ആരാ കൊണ്ടുവന്നത്? മനു അല്ലേ കഴക്കൂട്ടത്ത് നിന്ന് വിളിച്ചു കൊണ്ടുവന്നത് എന്ന് പറയും. അപ്പോൾ മനു എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. "അതെ, അലീന എന്നുള്ള പേര് പറഞ്ഞാലും കഷ്ടകാലം എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥം തന്നെയാണ്" എന്നാണ് കേട്ടോ പറയുന്നത്. "അലീന കാരണമാണ് ഇപ്പോൾ ഈ കഷ്ടകാലം എല്ലാം ഉണ്ടായത്" എന്നാണ് കേട്ടോ വൈജ പറയുന്നത്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, "നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നീ ചെയ്യുന്ന ഓരോ കാര്യങ്ങളല്ലേ നിനക്ക് തിരിച്ചടിയായിട്ട് വന്നത്, ഒന്ന് ആലോചിച്ച് നോക്കിക്കേ" എന്നൊക്കെയാണ് കേട്ടോ മുത്തശ്ശി ഇങ്ങനെ വൈജയനോട് പറയുന്നത്. അപ്പോൾ വൈജയ്ക്ക് അതൊന്നും തലയിലോട്ട് കയറുന്നില്ല. വൈജയ്ക്ക് എല്ലാവരുടെ മുന്നിലും ജയിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തും ചെയ്യും. "ഞാൻ ആരുടെ മുന്നിലും ഇങ്ങനെ തോറ്റു കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. എല്ലായിടത്തും ജയിച്ച് കാണിക്കണമല്ലോ വൈജയ്ക്ക്." അപ്പോൾ ആ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞിട്ട് വൈജ അവിടുന്ന് പോകുന്നുണ്ട്. പിന്നീട് വൈജയനോട് ഒന്നും സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി മുത്തശ്ശിയാണെങ്കിലും അവിടെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. ഇതേ സമയം കമലയ്ക്കാണെങ്കിൽ വൈജ വന്നത് ഒട്ടും ഇഷ്ടമായിട്ടില്ല കേട്ടോ. എന്നിട്ട് ശിവൻ്റെ അടുത്ത് പരാതി പറയാൻ ചെന്നതാണ്. "അവൾ എന്തിനാ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നത്? ഇങ്ങോട്ട് കെട്ടിയെടുത്തിരിക്കുന്നു. അവൾ വന്ന് പാടെ രഞ്ജുവിൻ്റെ റൂമിൽ കയറി മേശമേൽ ബാഗും എല്ലാം കൊണ്ടുവച്ചിട്ട്, ഇത് നേരത്തെ അവൾ ഉപയോഗിച്ചിരുന്ന റൂമാണെന്നും ഇനി കുറച്ച് കാലത്തേക്ക് ഞാനിത് എടുക്കുകയാണെന്നും പറഞ്ഞു." അപ്പം രഞ്ജു പിന്നെ ഇവിടെ ഇതാക്കുന്നു ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശിവൻ പറയുന്നുണ്ടായിരുന്നു, "അതിനിപ്പോൾ ഹരിയുടെ റൂം രഞ്ജുവിന് യൂസ് ചെയ്യാലോ" എന്ന് പറയുമ്പോൾ, അപ്പോൾ "ഹരി വരുമ്പോഴോ?" എന്ന് ചോദിക്കും കമല. അപ്പോൾ ഹരി എന്തായാലും ഹരിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമൊന്നും ആയിട്ടില്ലല്ലോ, വരാനൊന്നും ഇതായിട്ടില്ലല്ലോ, അപ്പോൾ അതുവരെ അവൾ അതിൽ അഡ്ജസ്റ്റ് ചെയ്തോളും, അതങ്ങനെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കോളൂലേ എന്ന് പറയുമ്പോൾ കമല അടുത്തതായിട്ട് പറയുന്നത്, "ഇനിയിപ്പോൾ അവൾക്കും കൂടി ഞാൻ വെച്ച് വിളമ്പി കൊടുക്കേണ്ടി വരും. ഒരു കറിവേപ്പില പോലും അവളുടെ കൈകൊണ്ട് എനിക്ക് എടുത്ത് തരില്ല" എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ശിവൻ പറയുന്നുണ്ടായിരുന്നു, "നിനക്ക് ഒരു പാത്രത്തിലും കൂടെ വിളമ്പണം എന്നല്ലേ ഉള്ളൂ, അല്ലാതെ നിൻ്റെ ജോലി കുറയാനൊന്നും പോകുന്നില്ലല്ലോ. അത്രയല്ലേ വേണ്ടുള്ളൂ" എന്ന് പറയുമ്പോൾ അടുത്തതായിട്ട് പറയുന്നത് കമലയാണെങ്കിലും പറയുന്നത്, അവൾക്ക് ഇങ്ങനെ അവിടുന്ന് പിണങ്ങി ഇങ്ങോട്ടാണോ ഇറങ്ങി വരാൻ കണ്ടുള്ളൂ എന്ന് പറയുമ്പം, "നീയും എന്നോട് പിണങ്ങിയിട്ട് നേരെ രാമപുരത്തിനല്ലേ പോവാറുള്ളത്, അല്ലാതെ അയൽപ്പക്കത്തെ വീട്ടിലേക്കൊന്നും അല്ലല്ലോ" എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് അതുപോലെ തന്നെ പറയുന്നുണ്ടായിരുന്നു കമല, "ഇനിയിപ്പോൾ ഏത് സമയം അമ്മയുടെ റൂമിലായിരിക്കും അവൾ. എൻ്റെ കുറ്റം ഇങ്ങനെ പറയാൻ കിട്ടുന്ന അവസരമൊന്നും അമ്മ കളയില്ലല്ലോ" എന്ന് പറയുമ്പോൾ, "നീ അതൊന്നും കാര്യമാക്കണ്ട. അവർ പറയുമോ പറയാതിരിക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ, അങ്ങോട്ട് മൈൻഡ് ചെയ്യേണ്ടെന്ന്" പറഞ്ഞിട്ട് ശിവൻ പോകുമ്പോൾ കമലയ്ക്ക് ഭയങ്കര ദേഷ്യമാണ്. അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്നത് രോഹിത്തും അലീനയും വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ബബിതയാണെങ്കിൽ സിറ്റ് ഔട്ടിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവർ വരുന്നത് നോക്കി വൈജയന്തി പോയ കാര്യങ്ങളെല്ലാം അലീനയോട് പറയുകയാണ്. അപ്പോഴേക്കും ഓട്ടോക്കാരനുള്ള ക്യാഷ് എല്ലാം കൊടുത്തിട്ട് രോഹിത്തും അങ്ങോട്ടേക്ക് നടന്നു വരുന്നുണ്ടായിരുന്നേ. ബാലചന്ദ്രനോട് ഫോണിൽ സംസാരിച്ചുകൊണ്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ കോളേജിൽ ഇങ്ങനെ തിരിച്ചെടുത്തല്ലോ രോഹിത്തിനെ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. "ഇനിയിപ്പോൾ അച്ഛനെ അലീന ചേച്ചി ഇങ്ങനെ വിളിച്ചോളും, എല്ലാം വിശദമായിട്ട് അലീന ചേച്ചി പറയുമെന്ന്" പറഞ്ഞ് കോള് കട്ടി. എന്നിട്ട് ബബിതയോട് ചോദിക്കുന്നുണ്ട്, "എന്താണ് ഒരു ശോകം" എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ
അമ്മ ഇറങ്ങിപ്പോയ കാര്യമൊക്കെ രോഹിത്തിനോട് പറയുമ്പോൾ രോഹിത്തും പറയുന്നുണ്ടായിരുന്നു, ഈ അമ്മ എന്നെ കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ എന്നെ ഇങ്ങനെ കോളേജിൽ തിരിച്ചെടുത്തതിൻ്റെ ഇത് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സ്വീറ്റ്സും കേക്കും ഒക്കെ വാങ്ങിച്ചുകൊണ്ടാണ് വന്നത്. എങ്ങനെയാണെങ്കിലും എന്നെ കോളേജിൽ തിരിച്ചെടുക്കണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലീനയ്ക്കും ഭയങ്കര വിഷമമാണ് കേട്ടോ വൈജയന്തി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി എന്നറിയുമ്പോൾ. അപ്പോൾ എന്തായാലും പിന്നീട് അലീന പറയുന്നുണ്ടായിരുന്നു, എന്നാൽ നമുക്ക് എല്ലാവർക്കും കൂടെ കൊല്ലപ്പള്ളിയിലേക്ക് പോയാലോ, അമ്മ അവിടെ നിന്ന് തിരികെ പോരാതെ നമ്മളും അവിടുന്ന് പോരത്തില്ല, അവിടെ തന്നെ നിൽക്കുമെന്ന് പറയാം, അപ്പോൾ ചിലപ്പോൾ അമ്മ തിരികെ പോന്നാലോ എന്നുള്ളൊരു പ്ലാനിലാണ് കേട്ടോ അവർ. എന്തായാലും നമുക്ക് കൃഷ്ണമോളും കൂടെ വരട്ടെ, അച്ഛനോടും കൂടെ ആലോചിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാമെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോവേ. പിന്നീട് എല്ലാവരും പോകാൻ വേണ്ടി റെഡിയായിട്ട് ഇറങ്ങി വരികയാണ് കേട്ടോ. അലീന ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. ബബിത ചോദിക്കും, ചേച്ചി ഡ്രസ്സ് മാറിയോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് പുതിയ ഡ്രസ്സല്ലേ, ഇനിയിപ്പോൾ കൊല്ലപ്പള്ളിയിൽ ചെല്ലുമ്പോൾ എങ്ങനെയാവും എന്നൊന്നും അറിയില്ലല്ലോ എന്ന് പറയുമ്പോൾ ബബിത പറയാണ്, കൊല്ലപ്പള്ളിയിലേക്ക് നമ്മൾ പോകുന്നത് തൊഴിലുറപ്പിനൊന്നല്ലല്ലോ എന്ന്. കമലാൻ്റി അല്ലേ അവിടെ ഉള്ളത്, അപ്പോൾ ഇനിയിപ്പോൾ ഇങ്ങനെ ചാണകവെള്ളത്തിൽ മുക്കിയിട്ട് ചൂലുകൊണ്ട് അടിക്കാതിരുന്നാൽ മതി എന്നാട്ടോ പറയുന്നത്. അപ്പോഴേക്കും കൃഷ്ണമോളും വരുന്നുണ്ട്, മുടി കെട്ടി കൊടുക്കാൻ പറഞ്ഞിട്ട് മുടിയൊക്കെ കെട്ടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരോടും ഓരോരോ ഡ്രസ്സൊക്കെ എടുക്കാൻ പറയുന്നുണ്ട് കേട്ടോ, അവിടെ നിന്ന് മാറിയിടാൻ വേണമല്ലോ. അപ്പോൾ അതൊക്കെ എടുക്കാനായിട്ട് ബബിതയും പോവും, കൃഷ്ണമോളോടും പറയുന്നുണ്ട് എടുക്കാൻ. അപ്പോഴേക്കും രോഹിത്തും ബാഗൊക്കെ ആയിട്ട് ഡ്രസ്സൊക്കെ ആക്കിയിട്ട് വരുന്നുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് ഇറങ്ങാം, അച്ഛൻ നമ്മളോട് ഇങ്ങനെ വാതിലടച്ചിട്ട് കീ കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ്റെ അടുത്ത് സ്പെയർ കീ ഉണ്ടല്ലോ എന്ന് പറയും. അപ്പോൾ വണ്ടി എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. കാർ ഉണ്ടോ ചോദിക്കുമ്പോൾ ഗോവർദ്ധൻ അങ്കിൾ കാറുമായിട്ട് ഇപ്പോൾ വരും, നമുക്ക് എന്തായാലും അപ്പോഴേക്കും വീടൊക്കെ പൂട്ടി ഇറങ്ങാമെന്ന് പറഞ്ഞാൽ അവർ വീടൊക്കെ പൂട്ടി ഇറങ്ങും. എന്നിട്ട് പിന്നെ അവർ കൊല്ലപ്പള്ളിയിൽ എത്തുകയാണ് കേട്ടോ. അപ്പോൾ അലീനയ്ക്ക് അവിടെ എത്തിയപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ ചെറിയൊരു മടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ, അമ്മ തിരിച്ചു പോരാതെ നമ്മൾ ഇവിടെ നിന്ന് പോകത്തില്ല, ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും റെഡി അല്ലേ എന്ന് ചോദിക്കും രോഹിത്ത്. അപ്പോൾ ബബിത റെഡിയാണ്, കൃഷ്ണമോള് പണ്ടേ റെഡിയാണെന്നാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ അലീനയോടും വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറയുന്നുണ്ട്. അലീന പറയുന്നുണ്ട്, നിങ്ങളുടെ കൂടെ ഞാനുള്ളതുകൊണ്ട് ചിലപ്പോൾ അമ്മ വരത്തില്ലായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് സംസാരിച്ച് നോക്കാമെന്ന് പറഞ്ഞ് രോഹിത്തും പിന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറയട്ടെ അലീനയോട്. അങ്ങനെ അവർ ചെല്ലുന്ന രോഹിത്താണ് കോളിംഗ് ബെല്ല് അടിക്കുന്നത്. ഇപ്പോൾ രഞ്ജുവാണ് വന്ന് വാതിൽ തുറക്കുന്നത്. ബബിതേനെ കാണുമ്പോൾ ചിരിച്ചുകൊണ്ട് തന്നെയാണ് കേട്ടോ സംസാരിക്കുന്നത്. ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. രോഹിത്തിനോടും വിശേഷം ചോദിക്കുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമോളും പറയാണ്, ഞങ്ങളും കൂടെ ഇവിടെ ഉണ്ട് എന്ന്. അപ്പോൾ നീ എന്തിനാ അവിടെ മാറി നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, അല്ല അവിടുത്തെ സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ബാക്കിയുണ്ടെങ്കിൽ ഞങ്ങൾക്കും കൂടെ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാന്ന് പറയും. അപ്പോൾ അലീനേനെയും കാണുമ്പോൾ അലീനേനോട് ഹായ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ രഞ്ജു. അലീനേനെ കാണുമ്പോൾ അകത്തേക്ക് വിളിച്ചിട്ട് മനുവേട്ട ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും മനും വരും. പിന്നീട് എന്താ എല്ലാവരും കൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അമ്മേനെ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെ തിരിച്ചു കൊണ്ടുപോകാനാണെന്ന് പറയുമ്പോൾ നിനക്ക് രോഹിത്തിനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് നിൻ്റെ അമ്മയുടെ സ്വഭാവം അറിയത്തില്ലേ എന്ന്. അപ്പോൾ അലീനോടും ചോദിക്കും, നീ ഇവരുടെ കൂടെ ഇറങ്ങി പുറപ്പെട്ടോന്ന്. അങ്ങനെ പിന്നെ അവരെ അകത്തേക്ക് വിളിക്കുകയാണ് കേട്ടോ. അലീന മടിച്ച് നിൽക്കുമ്പോൾ അലീന ഇങ്ങനെ മടിച്ച് നിൽക്കുന്ന സമയത്ത് മനു ഇങ്ങനെ കണ്ടുകൊണ്ട് കാണിക്കുന്നുണ്ട് കേട്ടോ കയറി വരാൻ. അങ്ങനെ പിന്നെ അവരെ അകത്തേക്ക് ചെല്ലുമ്പോൾ വൈജയന്തി ഇങ്ങനെ നടന്നു വരികയാണ്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ നിൽക്കുന്നത് കാണുമ്പോൾ ഇങ്ങനെ ഒരു അതിശയത്തോടു കൂടി നോക്കുകയാണ്. അപ്പോഴാണ് അലീനേനെയും കാണുന്നത്. അലീനേനെ കാണുമ്പോൾ തറപ്പിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ കുറച്ച് സമയം. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ എല്ലാവരും കൂടെ ഇവിടെ എന്താ കല്യാണം ഉണ്ടോ എന്ന് നോക്കി. അപ്പോൾ ഞങ്ങൾ അങ്ങനെ അമ്മേനെ തിരിച്ചു കൊണ്ടുപോകാൻ വന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ രോഹിത് കോളേജിൽ പോയി വന്ന് കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. കേക്കും സ്വീറ്റ്സൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് ഞങ്ങൾ വന്നത്, അത് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അമ്മ അവിടെ നിന്ന് കടന്ന് കളഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ, എൻ്റെ സ്വന്തം വീട്ടിലേക്ക് പോകുന്നതിന് നിങ്ങളെല്ലാം എന്താ കടന്ന് കളയാന്നാണോ പറയുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട് വൈജയന്തി. അപ്പോൾ അമ്മയ്ക്ക് എന്തായിരുന്നു അതിൻ്റെ ആവശ്യമെന്ന് ബബിതയും ചോദിക്കുന്നുണ്ട്. എല്ലാം ഒന്ന് റെഡി ആയിട്ട് വരികയായിരുന്നു, പിന്നെ എന്തിനാ അമ്മ ഇറങ്ങി പോകുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അലീന, നിങ്ങൾ സംസാരിക്കുക, ഞാൻ മുത്തശ്ശിയുടെ അടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. രോഹിത്തും ആവുന്ന വിധം പറയുന്നുണ്ട് കേട്ടോ വരാൻ. അപ്പോൾ വൈജയന്തി പറയുന്നത്, ഞാൻ അങ്ങോട്ടേക്ക് തിരിച്ചു വരണമെങ്കിൽ ഇനി ബാലചന്ദ്രൻ എന്നെ വന്ന് വിളിക്കണം, അതുപോലെ തന്നെ എന്നോട് ചെയ്തതിനെല്ലാം സോറി പറയണം, അതുപോലെ തന്നെ ആ നാണം കെട്ടവളെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കുകയും വേണമെന്ന് പറയും. അപ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ടായിരുന്നു, അതിന് അച്ഛൻ വല്ല പിച്ചക്കാരനുമായിട്ട് ജനിക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ വൈജയന്തിക്ക് ദേഷ്യം വരുന്നുണ്ട്. ബബിതയും ആവുന്ന വിധം പറഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ വൈജയന്തി വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. കൃഷ്ണമോളാണെങ്കിലും വന്നിട്ട് പിന്നീട് പറയുന്നുണ്ടായിരുന്നു, ഞങ്ങളിങ്ങനെ എല്ലാവരും കൂടെ വന്നത് അമ്മേനെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അലീന ചേച്ചിയാണ് ഞങ്ങളുടെ നേതാവ്, അലീന ചേച്ചിക്കാണ് അമ്മ അങ്ങോട്ടേക്ക് തിരിച്ചു വരണമെന്ന് വലിയ ആഗ്രഹം, അമ്മ അലീന ചേച്ചിനോട് മിണ്ടാത്തതുകൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വൈജയന്തി പറയാണ്, പിന്നെ അവളുടെ സ്വഭാവം എനിക്ക് അറിയാവുന്നതല്ലേ, ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുന്നവൾ